പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഏവർക്കും ഫീനിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പുനലൂർ മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ വെച്ച് പുനലൂർ MLA ശ്രീ PS സുബാൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പോലീസ്, എക്സൈസ്, വനം, മോട്ടോർ വെഹിക്കിൾ, ഫയർഫോഴ്സ് തുടങ്ങിയ സേനാംഗങ്ങൾ പതാകവന്ദനം നടത്തി. പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി K. പുഷ്പലത, വൈസ് ചെയർമാൻ ശ്രീ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ G. ജയപ്രകാശ്, പുനലൂർ RDO, പുനലൂർ DYSP തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടാതെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സാമൂഹ്യ സാംസ്കാരിക പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഫീനിക്സ് മീഡിയ. परेड नेक्स्ट सैल्यूट जय हे भारत भाग्य विधाता. ഓർഡർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജു MS, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ശ്രീ PS സുബാൽ MLA, സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുനലൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി K. പുഷ്പലത, നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ G. ജയപ്രകാശ്, പ്രിയമുള്ളവർ, നമ്മുടെ രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് വളരെ സമുചിതമായി രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പുനലൂർ താലൂക്കിലും വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം കേവലം ഔപചാരികമായ ചടങ്ങായി മാത്രമായിട്ടാണ് നമ്മളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. പുനലൂർ തഹസിൽദാർ ശ്രീ MS ഷാജു സാറാണ്. അദ്ദേഹം നമ്മുടെ ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്നിവിടെ ദേശീയ പതാക ഉയർത്തി MLA നിർവഹിച്ചത്. അദ്ദേഹമാണ് നമ്മുടെ ഈ യോഗത്തിന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് പുനലൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി K. പുഷ്പലത ടീച്ചറുണ്ട്. ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ഈ യോഗത്തിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ G. ജയപ്രകാശ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പുനലൂർ RDO ശ്രീമതി സോളി ആൻ്റണി, അവർകളെയും ഈ യോഗത്തിന് വേണ്ടിയിട്ട് സ്വാഗതം ആശംസിക്കത്തെ. ദേശീയ പതാകയ്ക്ക് പതാക വന്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, എക്സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, ഫോറസ്റ്റിൽ നിന്ന് വന്നവരുണ്ട്, മോട്ടോർ വെഹിക്കിൾ, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനാ അംഗങ്ങളെ ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ താലൂക്കിലെ ഉദ്യോഗസ്ഥർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെത്തിയിട്ടുള്ള മേലുദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ള ഐക്യര ബാബു, ശ്രീ സലീം പുല്ലൂർ, പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വയനാട് ദുരന്തത്തിൽ നിരവധി പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ നാടിനെ നടുക്കിയ ദുരന്തമാണ് വയനാട് ഉണ്ടായത്.
ആ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് ഇനിയും നമുക്ക് മോചിതരാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും ഒട്ടേറെ ആളുകളെ കണ്ടെത്താനുണ്ട്. ആ ദുരന്തമുണ്ടായ സമയം മുതൽ ആ ദുരന്തത്തിന് ഇരയായിട്ടുള്ളവരെ സംരക്ഷിക്കുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വളരെ ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാവരും ജീവൻ പണയം വെച്ചാണ് ആ ദുരന്തത്തെ നേരിടുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. ഇന്ന് നമ്മുടെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ നിറവിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വരുന്ന സന്ദർഭങ്ങൾ മാത്രമാണോ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ തിക്തമായ ഭരണ അടിച്ചമർത്തലിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ ധീര ദേശാഭിമാനികൾ മഹാത്മജിയുടെ നേതൃത്വത്തിലടക്കം വിവിധങ്ങളായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ, സഹനശക്തിയിലൂടെ നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം.